നിങ്ങളൊരു ദോശ ഫാനാണോ? ആണെങ്കിലും അല്ലെങ്കിലും ഈ വീഡിയോക്ക് ശേഷം എന്തായാലും നിങ്ങൾക്ക് ഒരു ദോശ കഴിക്കാൻ തോന്നും. തൃശ്ശൂരിലെ എന്റെ ഫേവറേറ്റ് ദോശ സ്പോട്ടാണിത്. ശ്രീ ഗുരുവായൂർ ടിഫിൻ. ചെന്നപാട് നല്ല ചൂട് കോഫി അങ്ങ് പറഞ്ഞു കിട്ടിയാ പിന്നെ ഞാൻ നേരെ സോസറിലേക്ക് ഒഴിക്കും. ഇച്ചിരി ആക്രാന്തം കൂടിപ്പോയതുകൊണ്ട് കൈയൊക്കെ പൊള്ളി, അതൊന്നും സാരമില്ല. നമ്മൾ തളരാൻ പാടില്ലല്ലോ. എന്നിട്ട് ഇതേപോലെ ഊതി ഊതി ആ കോഫി കുടിക്കാൻ എന്ത് ടേസ്റ്റാന്നറിയോ? അപ്പോഴേക്കും നമുക്ക് ഓർഡർ ചെയ്ത മസാല ദോശ എത്തി. ഞാനൊരു മസാല ദോശ ഫാനാട്ടോ, പക്ഷെ എന്റെ ഫ്രണ്ട് അവിടുത്തെ ഗീ പൊടി ദോശ ഫാനാണ്. ഇനി നമുക്കങ്ങ് കഴിക്കല് തുടങ്ങിയാലോ? മസാലയും ദോശയും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ ചമ്മന്തിയിൽ മുക്കി അത് പിന്നെ നേരെ സാമ്പാറിൽ ഒരു ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കണം. കുറേ നാളായിട്ട് ഞാനിത് ക്രേവ് ചെയ്യുമായിരുന്നേ. ഗ്യാസ് ഷോർട്ടേജ് ഒക്കെ മാറിയത് റീഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് നേരെ വണ്ടിയും പിടിച്ച് ഇങ്ങ് വന്നത്. ലാസ്റ്റിൽ ആ മസാലയും സാമ്പാറും ചട്നിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വായങ്ങ് കഴിക്കണം. എന്റെ പൊന്ന് സാറേ, അവിടെ കൊണ്ടൊന്നും നമ്മൾ നിർത്തിയില്ല. നമ്മുടെ അടുത്ത ഫേവറേറ്റ് ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് മണ്ണൂത്തിലുള്ള ഹോട്ട് ഓവനിലേക്കാണ് നമ്മൾ വന്നേ. അവിടുത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ മിൽക്ക് കേക്ക്. അതും മേടിച്ച് നമ്മൾ നേരെ കോളേജിലേക്ക് വന്നു. ക്യാമ്പസിൽ ഇതുപോലെ ഇരുന്ന് കഴിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുള്ളതുകൊണ്ട് നമുക്കൊരാശ്വാസമാണ്. കുറേ നാൾക്ക് ശേഷമാണ് കഴിക്കുന്നത്. ഫസ്റ്റ് ബൈറ്റ് എടുക്കുന്ന എല്ലാ എക്സൈറ്റ്മെന്റും എൻ്റെ മുഖത്തുണ്ട്. ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു കേക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല. അടിപൊളി സാധനം. നിങ്ങൾ തൃശ്ശൂർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് കഴിച്ചു നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാമേ.